ഹായ് ഓൾ വെൽക്കം ടു എയ്ഡ്കോം അക്കൗണ്ടിങ് ഫോർ ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ കുറച്ച് തിയറികളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ, അതായത് when debentures are issued at a price equal to their nominal value or face value is called issue of debentures at par. അതാണ് നമ്മൾ അതിൻ്റെ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു വന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ, ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദേവി ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 11% ഡിബഞ്ചേഴ്സ്. ഈ 11% എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആൻസറിലേക്ക് അതിന് ആവശ്യമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഡിബഞ്ചേഴ്സിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതൊന്നും ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 11%ഉം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകം പറയാണ്. ഇതാ ഡിബഞ്ചേഴ്സിൻ്റെ ഒരു നെയിം അല്ലേ. 10% ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ 10% ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, എനിവേ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല, അതുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ₹100 ഈച്ച് അറ്റ് പാർ, ഓരോന്നിനും എത്ര വില വരുന്നത്? 100 രൂപയാണ് വില വരുന്നത്. അറ്റ് പാറിലാണ്. പാറിൽ എന്ന് പറയുമ്പോൾ ഇഷ്യൂ ചെയ്യുന്നതും ഫേസ് വാല്യൂം സെയിം ആണ്, എന്ന് വെച്ചാൽ 100 രൂപക്കാണ് തന്നെയാണ് ഇഷ്യൂ ചെയ്യണത്. അപ്ലിക്കേഷൻ ₹25, അപ്ലിക്കേഷൻ്റെ പേരിൽ 25 രൂപ അവരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു. അലോട്ട്മെന്റ് എന്ന പേരിൽ 30 രൂപ കളക്ട് ചെയ്യുന്നു. ഫസ്റ്റ് കോൾ എന്ന പേരിൽ പിന്നീട് 25 രൂപ, പിന്നീട് ഒരു 20 രൂപയും കൂടെ കളക്ട് ചെയ്ത് ടോട്ടൽ 100 രൂപ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 100 റുപ്പീസ് കിട്ടും. ഓക്കെ, സോ അപ്ലിക്കേഷൻസ് വെയർ റിസീവ്ഡ് ഫോർ 18,000 ഡിബഞ്ചേഴ്സ്. അവിടെ ഇഷ്യൂ ചെയ്തത് 20,000 ഡിബഞ്ചേഴ്സ് ആണെങ്കിലും അപ്ലിക്കേഷൻ കിട്ടിയത്, അതായത് പബ്ലിക് സ്വീകരിച്ചത് 80,000 ഡിബഞ്ചേഴ്സ് മാത്രമാണ്. വിച്ച് വെയർ ഫുള്ളി അലോട്ടഡ്, അതെല്ലാം പബ്ലിക്കിന് അലോട്ട് ചെയ്ത് കൊടുത്തു. ഓൾ മണി വെയർ ഡ്യൂലി റിസീവ്ഡ്. പാസ് നെസസറി ജേണൽ എൻട്രി ഇൻ ദി ബുക്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ ജേണൽ എൻട്രി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കും പോലെ തന്നെ ഇവിടെ ഒരു അപ്ലിക്കേഷൻ 25, അലോട്ട്മെന്റ് 30, ആ ഒരു കാര്യത്തിൽ അവിടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക? ഇത്രയേ ഉള്ളൂ. അപ്ലിക്കേഷൻ നമ്മൾ 18,000 എമൗണ്ട് ആണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? അപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 18,000 ഇൻറ്റു 25, അതാണ് അപ്ലിക്കേഷൻ. ദെൻ അലോട്ട്മെന്റിന്റെ കേസിലേക്ക് വരുമ്പോൾ 80,000 ഇൻറ്റു 30 അല്ലേ. ദെൻ കോൾ മണി ഫസ്റ്റ് കോൾ ആകുമ്പോൾ 18,000 ഇൻറ്റു 25, സിമ്പിൾ ആണ്. ദെൻ ഫൈനൽ കോൾ ആകുമ്പോൾ 18,000 ഇൻറ്റു 20. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ് വരിക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോന്നിനും അപ്ലിക്കേഷൻസിന് അലോട്ട്മെന്റിൽ ഓരോന്നിനും 2 വീതം ജേണൽ എൻട്രി കൊടുക്കാം. അത്രേ ഉള്ളൂ. ദെൻ ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ആ ഡിബഞ്ചർ അപ്ലിക്കേഷൻ കിട്ടി 4,50,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18,000 ഇൻറ്റു 25. ഓക്കെ, ഇതാണ് 18,000 ഇൻറ്റു 25, 4,50,000. ആ ഡിബഞ്ചർ അപ്ലിക്കേഷൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ആണിത്. ട്രാൻസ്ഫർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, കണ്ടില്ലേ? ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. ദെൻ ഡിബഞ്ചർ അലോട്ട്മെന്റ് ഡ്യൂ, അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുകയാണ്. ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. ഡ്യൂ ആവുമെന്ന് പറയുമ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് അലോട്ട്മെന്റിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. ആ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. ദെൻ 18,000 ഇൻറ്റു 30, അങ്ങനെയാണ് 5,40,000 വരുന്നത്. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്. ആ ഒരു ഡിബഞ്ചർ അലോട്ട്മെന്റ് റിസീവ് ചെയ്യുന്നു, കിട്ടുന്നു, അതാണ് അലോട്ട്മെന്റ് മണി റിസീവ്ഡ്. ഈ നരേഷനൊക്കെ നിർബന്ധമാണ്. ചുരുങ്ങിയ രീതിയിലെങ്കിലും നരേഷൻ കൊടുക്കാം. അലോട്ട്മെന്റ് മണി റിസീവ്ഡ്, അലോട്ട്മെന്റ് മണി ഡ്യൂ എന്ന രീതിയിലെങ്കിലും നരേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം. ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. ദെൻ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഫസ്റ്റ് കോൾ. അപ്പോൾ ഡിബഞ്ചർ ഡ്യൂ ആവുന്നു, അത് ഡിബഞ്ചർ ഡിബഞ്ചറിലെ ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്നു, ആ ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നു. ഇവിടെ 18,000 ഇൻറ്റു 25, ദെൻ 18,000 ഇൻറ്റു 30, ഇങ്ങനെയാണ് ആ എമൗണ്ട്സ് വരുന്നത്. ദെൻ ഫൈനൽ കോൾ, ഡിബഞ്ചർ ഫൈനൽ കോൾ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. ആ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ 11% ഡിബഞ്ചേഴ്സ് ഇന്ന് എല്ലായിടത്തും ചേർക്കണം, കാരണം അത് ഡിബഞ്ചറിൻ്റെ ഒരു പേരാണ്. കാരണം ഒരു കമ്പനി ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏത് ഡിബഞ്ചർ എന്ന് തിരിച്ചറിയണമല്ലോ. അപ്പോൾ നിർബന്ധമായിട്ടും ആ ഒരു പെർസെൻറ്റേജ് അവിടെ കൊടുക്കണം.
ദെൻ ഫൈനൽ കോൾ കിട്ടുന്നതാണ് ബാങ്ക്. കിട്ടുക എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഫൈനൽ കോൾ. അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ എപ്പോഴും ബാങ്ക് ഉണ്ടാവും. ഇവിടെയൊക്കെ അത് ബാങ്ക് റിസീവ് ചെയ്യുമ്പോൾ സിമ്പിളാണ്. ആ ജേർണൽ എൻട്രി പഠിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ്. ഇവിടെ റിസീവ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം ബാങ്ക് അക്കൗണ്ട് എന്നുണ്ടാവും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഈ ഒരു ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രൈസ് ഹയർ ദാൻ ദെയർ നോമിനൽ വാല്യൂ ഓർ ഫേസ് വാല്യൂ. ഒരു ഡിബഞ്ചർ ഒരു കമ്പനി പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ടിലാണ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് കൂടുതലാണ് എങ്കിൽ ആ ഒരു കേസിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 12 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ആ 2 രൂപ പ്രീമിയം ആണ്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് ജേണൽ എൻട്രി വെൻ ദ എൻറ്റയർ എമൗണ്ട് ഇസ് കളക്റ്റഡ് അലോങ് വിത്ത് ആപ്ലിക്കേഷൻ. എല്ലാ എമൗണ്ടും അപ്ലിക്കേഷൻ്റെ കൂടെയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് അതിനോട് കൂടെ ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്നും കൂടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആ എമൗണ്ട് മാറ്റുക, പ്രീമിയത്തിൻ്റെ എമൗണ്ട് അതിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇൻസ്റ്റാൾമെന്റ് വെൻ ദി എൻറ്റയർ എമൗണ്ട് ഈസ് കളക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോൾ അത് എങ്ങനെയെന്നുള്ളതാണ്. ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആകുന്ന ജേണൽ എൻട്രിയാണ്. ആ ജേണൽ എൻട്രിയോട് കൂടിയാണ് പ്രീമിയം കൊടുക്കേണ്ടത്. സോ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന ജേണൽ എൻട്രിയാണ്. അതായത് അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നു. അതിനോട് കൂടെ ആ ഒരു ജേണൽ എൻട്രിയോട് കൂടെയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം കൊടുക്കേണ്ടത്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയാൻ ശരിക്കും കമ്പനി സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ ഒരു ഇൻകം എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്നുള്ളത് ഡെബിറ്റ് അല്ല, ക്രെഡിറ്റ് ആണ്. അതൊരു ഇൻകം എന്ന രീതിയിൽ നമുക്ക് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു, ജേണൽ എൻട്രി ഡൗട്ട് വരാതിരിക്കാൻ. അലോട്ട്മെന്റ് വേണ്ടി റിസീവ് ആകുമ്പോൾ നോർമലി കൊടുക്കുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്. ഓക്കെ, യൂഷ്വലി ദ ഡിബഞ്ചർ പ്രീമിയം ഈസ് കളക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെന്റ്. നോർമലി എന്താണ്, അലോട്ട്മെന്റിനോട് കൂടെയാണ് ഈ പ്രീമിയം കളക്ട് ചെയ്യാറുള്ളത് ഇൻ ദി കേസ് ഓഫ് ഡിബഞ്ചർ. ദെൻ നെക്സ്റ്റ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ നോക്കാം. സവേര ലിമിറ്റഡ് ഇഷ്യൂഡ് 8,000 10% ഡിബഞ്ചേഴ്സ് ₹100 ഈച്ച്. ഒന്നിൻ്റെ വില 100 രൂപയാണ്. അറ്റ് 110, അതായത് 110 രൂപക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 10 രൂപ അവിടെ പ്രീമിയമാണ്. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 110 രൂപക്ക്. 10 രൂപ അവിടെ എന്താണ്, പ്രീമിയമാണ്. ഇനി അപ്ലിക്കേഷൻ 25 പറയുന്നു, അലോട്ട്മെന്റ് 40, 14 ഇൻക്ലൂഡിങ് പ്രീമിയം. അപ്പോൾ ഈ 10 രൂപ ശരിക്കും ഈ പ്രീമിയത്ത് ഈ ഒരു അലോട്ട്മെന്റിനോട് കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ശരിക്കും ഈ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, 30 രൂപയേ ഉള്ളൂ. 30 + 10 അങ്ങനെ ടോട്ടൽ 40 ആയിട്ടുള്ളത്. അപ്പോൾ അലോട്ട്മെന്റ് ശരിക്കും 30 രൂപയേ ഉള്ളൂ. അത് നോട്ട് ചെയ്യണം. ഫസ്റ്റ് കോൾ 20, ദെൻ ഫൈനൽ കോൾ 25. ഓൾ ദ ഡിബഞ്ചേഴ്സ് വെയർ അപ്ലൈഡ് ഫോർ അലോട്ടഡ് അക്കോർഡിംഗ് ഓൾ മണി വെയർ ഡ്യൂലി റിസീവ്ഡ്. എല്ലാ ക്യാഷും കിട്ടിയിട്ടുണ്ട്, എല്ലാ ഡിബഞ്ചറും എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 8,000 ഇഷ്യൂ ചെയ്തു, 8,000ഉം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു സാധനം വരുന്നത്, ഡിബഞ്ചർ ഇഷ്യൂ എക്സ്പെൻസ് എമൗണ്ടഡ് ടു ₹8,000. ഡിബഞ്ചർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ചില എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്, ഒരു 8,000. ഓക്കെ, പാസ് നെസസറി ജേണൽ എൻട്രി ഇൻ ദി ബുക്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ബുക്കിൽ ആവശ്യമായിട്ടുള്ള ജേണൽ എൻട്രി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അപ്ലിക്കേഷൻ 25,000 ആണ് അപ്ലിക്കേഷൻ വരുന്നത്. സോ 25 അല്ല 20,000 അല്ല 25. സോ 25 × 8,000 അല്ലേ. ദെൻ അലോട്ട്മെന്റ് വരുന്നത് 30 ആണ്. ഈ 30 × 8,000. ദെൻ പ്രീമിയം വരുന്നത് 10 ആണ്. 10 × 8,000 അല്ലേ. പ്രീമിയം 10 ആണ് കേട്ടോ, പ്രീമിയം. ദെൻ ഫസ്റ്റ് കോൾ 20 × 8,000. അതേപോലെ ഫൈനൽ കോൾ 25 × 8,000. കണ്ടില്ലേ, ആ ഒരു വർക്കിംഗ് നോട്ട് അങ്ങനെ കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് ജേണൽ എൻട്രിയുടെ എമൗണ്ട് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ ജേണൽ എൻട്രിയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഡിബഞ്ചർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു. ഡിബഞ്ചർ അപ്ലിക്കേഷൻ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ
2 lakh 8,000 into 25. Then debenture application account up to 10% debentures ആ ഒരു എമൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡിബഞ്ചർ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നു. ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. ആ ഡ്യൂ ആവുന്നതിനോട് കൂടെ എന്തുണ്ട്? സെക്യൂരിറ്റീസ് പ്രീമിയം കൂടെ ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ അവിടെ കാണിക്കുകയാണ്, ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു എമൗണ്ട് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഡിബഞ്ചേഴ്സ് എത്രയാണോ ആ ഒരു ഡിബഞ്ചറിന് എമൗണ്ട് 8,000 ഇൻറ്റു 30 2,40,000 ആദ്യം കൊടുക്കുക. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം 8,000 ഇൻറ്റു 10 80,000 പിന്നീട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ഇവിടെ കൊടുക്കുക. അത്രയേ ഉള്ളൂ ഡിബഞ്ചർ അലോട്ട്മെന്റിൽ. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതവിടെ 30 ഇൻറ്റു 8,000 10 ഇൻറ്റു 8,000 അല്ലേ? അത് തന്നെ സംഭവം അവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു എമൗണ്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ട് കൊടുത്തതിന് ശേഷം ഈ എമൗണ്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം. അതുകൊണ്ട് ഓക്കെ, അവിടെയാണ് നമുക്ക് ഒരു കാര്യമായിട്ടൊരു ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. ദെൻ ഇനി നാലാമത്തെ ജേണൽ എൻട്രിയിൽ ശ്രദ്ധിക്കാനുണ്ട്. നാലാമത്തെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്. ഡിബഞ്ചർ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഡിബഞ്ചർ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അപ്പോൾ ഡിബഞ്ചർ അലോട്ട്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് ആണ് എടുക്കേണ്ടത്. ബാങ്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയാണോ ബാങ്കിലേക്ക് എമൗണ്ട് വന്നത് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കിട്ടിയത് എത്രയാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് 2,40,000 പ്രീമിയം 80,000 കൂടെ കൂടിയിട്ട് ടോട്ടൽ നമുക്ക് കിട്ടിയത് 3,20,000 ആണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്, അല്ലാതെ 2,40,000 അല്ല. ഓക്കെ, ഇനി ബാക്കിയുള്ളതൊക്കെ നോർമൽ കേസാണ്. ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഫസ്റ്റ് കോൾ, അതെ ഡിബഞ്ചർ ഫൈനൽ കോൾ ഡ്യൂ ആവുന്നു. ഡിബഞ്ചർ ഫൈനൽ കോൾ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഫൈനൽ കോൾ. എല്ലാം സെയിം ജേണൽ എൻട്രീസ് ആണ്. അവിടെ ഇങ്ങനെ അലോട്ട്മെന്റ്, ആപ്ലിക്കേഷൻ, ഫസ്റ്റ് കോൾ എന്നൊക്കെ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ദെൻ എക്സ്ട്രാ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന ഡിബഞ്ചർ ഇഷ്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. അത് എക്സ്പെൻസ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യുക. അതാണ് ഡിബഞ്ചർ ഇഷ്യൂ എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. കണ്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയപ്പോൾ ടു ബാങ്ക് ആയി. ക്യാഷ് കിട്ടിയപ്പോഴൊക്കെ നമ്മൾ ബാങ്ക് ഡെബിറ്റ് ചെയ്തു തന്നു, കൊടുത്തപ്പോൾ ബാങ്ക് ആയി അല്ലേ? സോ ഡിബഞ്ചർ ഇഷ്യൂ എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ഇഷ്യൂ ഓഫ് 8,000 എന്നാണ് പറയുന്നത്.